എപ്പോഴും നെഗറ്റീവ് തോട്ട്സും പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും സെൽഫ് ഡൗട്ടൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു. ഞാൻ ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകൾ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെയിൻഫുൾ മെമ്മറീസൊക്കെ വരുമ്പോൾ ഞാൻ എന്നെ ഇന്ന് ഡിസ്ട്രാക്ട് ചെയ്തിരുന്നു. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മെല്ലെ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതൊന്നും ഇപ്പോൾ നോക്കണ്ട പറഞ്ഞാണ്ട് ഞാൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കാന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് കാണുക, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. ഈ രീതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ വർക്ക് ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, മുഴുകും. ഈ നോർമൽ വർക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ തോട്ട്സുകളെ ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഹ്യൂബർമാൻ ലാബിലും അതേപോലെ തന്നെ ഡോക്ടർ കെ എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പരൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ്. നമുക്ക് ഈ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും നെഗറ്റീവ് തോട്ട്സും സെൽഫ് ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മൂവീസോ യൂട്യൂബോ അല്ലെങ്കിൽ വർക്കോ വെച്ചുകൊണ്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഒരു മൂവി ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് വിചാരിച്ചോ, തൽക്കാലം ആ 2 മണിക്കൂർ ഈ സംഭവം വരില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യണേ, എത്ര നേരം സ്ക്രോൾ ചെയ്യണത് അത്രയും നേരം നമ്മൾ അതിന് മാറി നിൽക്കുന്നത് നമ്മളെ തോട്ട്സൊന്നും അതുമായിട്ട് റിലേറ്റഡ് ആയി വരില്ല, നെഗറ്റീവ് തോട്ട്സൊന്നും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വർക്കിൽ നമ്മൾ ഫോക്കസ് ആയി കഴിഞ്ഞാൽ ഫ്ലോ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാലും തോട്ട്സുകളൊന്നും വരില്ല. പക്ഷെ പിന്നീട് ഈ ഡിസ്ട്രാക്ഷൻസ് അവസാനിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂവീസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച നെഗറ്റീവ് തോട്ട്സ് സെൽഫ് ഡൗട്ടൊക്കെ ഒന്നായിട്ട് ഫ്ലഡ് ചെയ്തുകൊണ്ടാണ് വരും. അപ്പോൾ ഒന്നുകൂടി പവറിലേക്കാരും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നെഗറ്റീവ് തോട്ട്സ് വന്നു, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാണ്ട് നമ്മൾ വീണ്ടും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ വർക്കിലൂടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചാൻസ് കുറവേ കാരണം അധികം എന്തെങ്കിലും ആൾക്കാർ ചെയ്യുക മൂവി, സ്ക്രോളിങ്, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിലൂടെ പോലെ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യും, അതിന് രക്ഷിക്കും. എൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇന്നെ ഡിസ്ട്രാക്ട് ചെയ്തതിനെ വർക്ക് വെച്ചാണ്ടായിരുന്നു. അതായത് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കുറച്ചുകൂടി മെൻ്റലി പവറുള്ള ആളാണ്, ഞാൻ വർക്ക് ചെയ്യും, ഡൂ ദ വർക്ക് അങ്ങനെ ചിന്തിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുക, ആ തോട്ട്സ് മൈൻഡിലേക്ക് വന്നോട്ടെ എന്നാണോ? തോട്ട്സ് മൈൻഡിലേക്ക് വന്നോട്ടെ, അത് നമ്മളൊന്നും ചെയ്യേണ്ട വെച്ച് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ ആ നെഗറ്റീവ് സംഭവങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണമെന്നാണോ പറയണത്? സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തോട്ട്സ് വരുന്നത്, നമ്മൾ രാവിലെ എണീറ്റേക്കിനും നമുക്ക് നെഗറ്റീവ് തോട്ട്സുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ മെമ്മറീസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. ആ തോട്ട്സ് വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത്ര ഇങ്ങനെ ചിന്തിച്ചാണ്ട് നമ്മളിങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മളെ സെൽഫ് എസ്റ്റീം കുറവാണ് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് തെറ്റുണ്ടായി കഴിഞ്ഞാലും റെസ്പോൺസിബിലിറ്റി എടുക്കണം, അതൊക്കെ. പക്ഷേ ബ്ലെയിം ചെയ്യാന്ന് പറയുന്നത് വേറെ കാര്യമാണ്. എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അതിന് ഞാനാണ് കാരണം, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി ഞാനാണ് കാരണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തത്, ഞാൻ ഒരു ചീത്ത ആളാണ്, ഇങ്ങനെയൊക്കെ പറയാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ബ്ലെയിം ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരിക്കലും നമ്മളായിരിക്കണം എപ്പോഴും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കലും അതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തലും രണ്ടും വേറെ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ നിൽക്കലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഡിസ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല, അത് വരാനും അനുവദിക്കാൻ പറ്റില്ല, സോൾവ് ചെയ്യാനും പറ്റില്ല, അതൊന്നും ചെയ്യാതൊക്കെ. അങ്ങനല്ല. ഐ വിൽ ടെൽ യു വാട്ട് വി ഷുഡ് ഡു. ഡോക്ടർ കെ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ തോട്ട്സ് വരുമ്പോൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏർലി മോർണിംഗിൽ നമ്മൾ രാവിലെ എണീറ്റിൻ്റെ ശേഷം നേരെ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മൈൻഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടെക്നോളജി യൂസ് ചെയ്യരുത്. കാരണം ടെക്നോളജി ഡിസൈൻ ചെയ്തിട്ട് തന്നെ നമ്മളെ അറ്റൻഷനും അല്ലെങ്കിൽ നമ്മളെ ഫോക്കസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നല്ല, ക്യാപ്ചർ എങ്ങനെയൊക്കെ കഴിയുന്നോ അതൊക്കെ രീതിയിൽ കൊണ്ടുപോകാനുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസ് ടെക്നോളജി യൂസ് ചെയ്തു എന്ന് കരുതിയല്ല, പക്ഷേ സോഷ്യൽ മീഡിയാസാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വീഴാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തോട്ട്സ് വരുന്ന ടൈമിൽ ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ഇപ്പോൾ എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ അതിനായിട്ട് മാറ്റി വെക്കാം. ഈ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ പ്രോബ്ലം ഇപ്പോൾ ഞാൻ ഡീൽ ചെയ്യണില്ല, ഇപ്പോൾ അത് പോട്ടെ, ഞാൻ അപ്പോൾ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് മാറ്റി വെക്കുക. ഓക്കെ. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ടെക്നോളജിയൊക്കെ നമ്മൾ മാറ്റി വെച്ചില്ല, നമ്മൾ യൂസ് ചെയ്യണില്ലല്ലോ, ഒരു വാക്ക് എടുക്കുക.
നമ്മളെ നേച്ചറിൽ പ്രകൃതിയിൽ വേറെ ഇയർഫോണോ ഫോണോ ഒന്നും കയ്യിലില്ലാതെ ജസ്റ്റ് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ എത്ര നിങ്ങളെ ടൈം കംഫർട്ടബിൾ ടൈം വെച്ചാണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നടക്കുക. ആ ചിന്തകൾ ഇങ്ങനെ വന്നോട്ടെ, നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ വന്നോട്ടെ. അപ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ഇന്നിപ്പോൾ കുറേ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ കുറേ വർക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. ഇത് മാത്രമല്ല, അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടല്ലാതെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തൽക്കാലം എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് തോട്ട്സുകളിലേക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചോ ഇങ്ങനെ ചിന്ത ഇങ്ങനെ വന്നാണ്ട് എന്ത് ചെയ്യും, ഈ സംഭവങ്ങൾ മറന്നിട്ടുണ്ടാവും. ടെക്നോളജി യൂസ് ചെയ്യണില്ല, ഇതേപോലെ നടക്കാൻ പോകുമ്പോൾ ഇതിനെ പതുക്കെ ഇങ്ങനെ ഇത് മറന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇതിന് വേണ്ടി ഒരു ടൈം മാറ്റി വെച്ചു, ഒരു ടൈം അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ആ ടൈമിൽ ആണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യണത്. എങ്ങനെ ഡീൽ ചെയ്യണത്? ജേർണലിങ്ങിലൂടെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാനൊരിക്കലും ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ എക്സ്പേർട്ടോ ഒന്നുമല്ല. അപ്പോൾ അത്രയും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണലിനെ കൺസിഡർ ചെയ്യണം. ഇത് ഞാൻ മനസ്സിലാക്കിയ സംഭവങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ പ്രോബ്ലത്തിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു ടൈമിലേക്ക് മാറ്റി വെച്ചല്ലോ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. 1 മെഡിറ്റേഷനും, 2 ജേർണലിങ്ങും. ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ മെഡിറ്റേഷൻ വെച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തിനാണ്, ഒന്ന് നമ്മളെ ഈ ഒരു തോട്ട്സിൻ്റെ കേസിലും അതുപോലെ തന്നെ നമ്മളെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലേ. മെയിനായിട്ട് ഈ തോട്ട്സിൻ്റെ കേസിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്തിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പല ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന സംഭവം എന്ന് പറയുന്നത്, നമ്മളെ ഫോക്കസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നത് പറയുന്നത് നമ്മളെ ബ്രത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻ. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് കണ്ണടച്ചിരുന്നാണ്ട് എന്ത് ചെയ്യാം, നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഡീപ്പ് ബ്രീത്ത് എക്സൈൽ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. ഈ ഒരു നോസിൻ്റെ താഴെ നമ്മളിങ്ങനെ ശ്വസിക്കണത്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം എക്സൈൽ എന്നും പുറത്തേക്ക് വിടുന്നതും നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മുടെ മൈൻഡ് എന്താവും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. ഇന്ന് ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ, ഇന്ന് ചോറിന് എന്താണ്, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചിന്ത ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഇത് വേറെ ആൾക്കാർ എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമാ നടന്മാർ ബ്രീത്ത് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോവും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ആ തോട്ടിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. വീണ്ടും പോവും, വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നീട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ നേരം നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇമ്പ്രൂവ് ചെയ്യും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആയി കണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ പ്രസൻ്റായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ചിന്തകൾ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള തോട്ട്സുകൾ എനിക്ക് പക്ക ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വന്നാണ്ട് ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് എനിക്ക് പിന്നെ ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ള കാര്യം വരെ ഞാൻ മറന്നു പോകും. റൈറ്റ്, എനിക്കിവിടെ ഫുൾ അറ്റൻഷൻ, ഫുൾ ഫോക്കസ്, ഫ്ലോ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ പക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വരെ നമ്മൾ മൈൻഡ്ഫുൾ ആയാൽ, നമ്മൾ ഇവിടെ ഉണ്ടായാൽ നമുക്ക് ആ ഒരു ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഫുള്ള് ശ്രദ്ധ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ആക്ഷൻസിൻ്റെയും ഫീലിങ്സിൻ്റെയും മുകളിൽ നമുക്ക് കുറച്ച് കൺട്രോൾ കിട്ടും. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു സംഭവം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമുക്ക് വിശപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. നമുക്ക് സന്തോഷം ഫീൽ ചെയ്താൽ നമ്മൾ ചിരിക്കും. നമുക്ക് സങ്കടം ഫീൽ ചെയ്താൽ കരയും. നമുക്ക് ടയർഡാണ് ഫീൽ ചെയ്താൽ നമ്മൾ ജിമ്മിക്ക് പോകില്ല. നമുക്കിന്ന് പഠിക്കണ്ട തോന്നുകയാണെങ്കിൽ നമ്മൾ പഠിക്കൂല. റൈറ്റ്. അപ്പോൾ ഈ ഒരു ഫീലിങ്ങും ഈ ഒരു ആക്ഷനും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് മെഡിറ്റേഷൻ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാം ഫീൽ ചെയ്തു എന്ന് കരുതി നിങ്ങളെ ആക്ട് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു, പെട്ടെന്ന് സ്ട്രെസ് ആയിക്കോട്ടെ, എന്ത് കാരണം കൊണ്ട് ദേഷ്യം വന്നു, പക്ഷെ നിങ്ങൾ ഒരാളെ തല്ലണം എന്നോ അല്ലെങ്കിൽ ഒരു സാധനം എറിഞ്ഞ് പൊട്ടിക്കണം എന്നോ ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇമ്പൾസീവ്ലി ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സാധനം തല്ലലോ അല്ലെങ്കിൽ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കലോ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ആണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആ ഒരു ആക്ഷനെ ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫീലിങ്ങിനനുസരിച്ച് നമ്മൾ ചെയ്യണം നിർബന്ധമല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് സങ്കടം വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ ആക്ഷൻസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കേട്ടു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അപ്പോൾ ഒരു ഇമ്പൾസീവ്ലി റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, മൈൻഡ്ഫുൾ അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അത്യാവശ്യം മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരാൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്താണ്ട് അതിൻ്റെ റിയാക്ഷനായി വരുന്ന ആക്ഷൻ ഉണ്ടല്ലോ, എങ്ങനെ നമ്മൾ ഫോണിൽ തന്നെ സ്ക്രോൾ ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഫാസ്റ്റ് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഷുഗറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നിർത്താം, ഓലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ മെച്ചങ്ങളാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് അതിവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു തോട്ട് വന്നു, നെഗറ്റീവ് തോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്പൾസീവ്ലി നമ്മൾ നേരെ ഫോൺ എടുത്തുകൊണ്ട് ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ മെഡിറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ നമ്മളെ ആക്ഷൻസും നമ്മളെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മളെ ഫീലിങ്സും തമ്മിലൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്താണ് ജേർണലിങ്. നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മളതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വെച്ചാണ് നമ്മളതിനെ ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലേ, അതിൽ കൂടുതൽ നടക്കാം. അപ്പോൾ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് എഴുതണം. നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്, എന്തൊക്കെ ഫീലിങ്സാണ് വരുന്നത്, എന്തൊക്കെ ഇമോഷൻസാണ് വരുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജേർണലിൽ നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു എല്ലാ ഫീലിങ്സും അതിൽ വരണം, എല്ലാ ഇമോഷൻസും അതിൽ വരണം. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുള്ളിൽ അന്ന് നമ്മൾ ഫീൽ ചെയ്ത ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി അടഞ്ഞു കിടക്കുന്ന സംഭവത്തിനെ ഒരു കോലിട്ട് അളക്കുന്ന പോലെയാണ്, ഒന്നുകൂടി അതിനെ ഇവോക്ക് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പെയിനൊക്കെ വരും. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് വേ. നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് എന്ത്, ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂബർമാൻ ലാബിൽ ഒരു വീഡിയോ ഉണ്ട്, സയൻസ് സപ്പോർട്ടഡ് ജേർണലിംഗ് പ്രോട്ടോകോൾ ഫോർ മെൻ്റൽ ഹെൽത്ത് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ മൂപ്പർ പറയുന്നുണ്ട് ഈ സംഭവം ജസ്റ്റ് ഒരു 15 to 30 മിനിറ്റ് വരെ ഒരു ദിവസം അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് അടുപ്പിച്ച് അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ടായാലും അങ്ങനെ ഒരു 4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ സംഭവങ്ങളുണ്ടല്ലേ നമ്മളെപ്പോഴും അലേർട്ട് ചെയ്യുന്നത്, നമ്മളെ വർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത ഈ സംഭവങ്ങൾ ഒരു വിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ആങ്സൈറ്റി നമുക്ക് കുറക്കാൻ പറ്റും, നമ്മളെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ഹാപ്പി ആവാൻ പറ്റും, ഈ ഒരു സംഭവങ്ങളെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജേർണലിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ജേർണൽ, ഫിസിക്കൽ ജേർണലാണ്. സിസ്റ്റത്തിൽ ചെയ്യണവരുണ്ടാവും, പക്ഷേ എനിക്ക് സിസ്റ്റത്തിൽ ചെയ്യണ ഇഷ്ടമല്ല, ഡിസ്ട്രാക്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ജേർണലും അതേപോലെ തന്നെ ഒരു പെന്നും എടുത്താണ്ട്, ഒരു ബുക്ക് ഒരു പെന്നും എടുത്താണ്ട് ചെയ്യാം. ഒരു ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക, ഒരാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നും ചെയ്യാം. ഒരു ടൈം അതിനായിട്ട് മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചക്കോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടൈം മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഡെയിലി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കഴിയുമ്പോൾ പിന്നെ ആ സംഭവങ്ങളുടെ പവർ കുറഞ്ഞ് വരും. ഇതൊരു സംഭവം ഒരു മാജിക്ക് മാതിരിയാണ്, പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂഫ് ഉണ്ട് ജേർണലിങ്ങിന് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാർക്കുള്ള സംശയമാണ്, ഞാൻ കഴിഞ്ഞ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ എഴുതിയതൊക്കെ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളത്. ഇവിടെ ആൾക്കാർക്ക് ഫിക്ഷൻ വായിച്ചാലും നോവൽ വായിക്കാൻ പോലും നേരമില്ല. എല്ലാവരും അറ്റൻഷൻ സ്പാനൊക്കെ പോയി കിടക്കുകയാണ്, അവർക്ക് സ്ക്രോൾ ചെയ്യാൻ പോലും നേരമില്ല. ഒരു ലോങ് വീഡിയോ കാണാത്ത എന്താ അറിയോ, ലോങ് വീഡിയോ കുറേ നേരമുണ്ട്, സ്ക്രോളിങ് ആകുമ്പോൾ 10 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ടോ കഴിയും, എന്നിട്ട് അതും കൂടി അവർക്ക് നേരമില്ല. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളെ ഗ്രാമറില്ലാത്ത ജേർണൽ ആരെങ്കിലും വായിച്ചാൽ നിൽക്കും, അത്ര ആലോചിച്ചാൽ മതി. അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആവില്ല, അത് നമ്മൾ വിചാരിക്കണ പോലെ ആവില്ല ബാക്കിയുള്ളൊരു കേസ്. ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഹൂ കേസ്, അത്രേ ഉള്ളൂ, അത്ര വലിയ സംഭവം ഒന്നല്ല. അപ്പോൾ ചെയ്യുക, നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ആണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതോ ഈ പേടിയാണോ വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ലോങ് എക്സ്പ്ലെയിൻഡ് കോഴ്സുകളാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.